ഈ ജീർണതയെ വർഗീയത കൊണ്ട് മറികടക്കുക. ഇപ്പം മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ശ്രമം, മുസ്ലിം ലീഗിന്റെ പുറകിൽ അടിയുറച്ചു നിൽക്കുന്ന സമസ്ത എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗത്തിനെ കീറിമുറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം വേറൊരു വശത്ത്, ഗവൺമെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം ജനവിഭാഗത്തിന് അനുകൂലമായി ഒരു മൈക്രോ ഒരു വെബ്സൈറ്റ് തുടങ്ങാൻ ഇയാൾ വന്നു. ആര്? റിയാസ്. 92 ലക്ഷം രൂപ മറ്റോ അതിനെ അനുവദിക്കുന്നു. അപ്പൊ ആ നിലയിൽ മുസ്ലിം സമുദായത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക ഒരു വശത്ത്. മറുവശത്ത് സോയിമൻ പറഞ്ഞ പോലെ മുസ്ലിം ക്രിസ്ത്യാനികളും തമ്മിലുള്ള അകൽച്ച കൂട്ടാൻ ശ്രമിക്കുക. അപ്പൊ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലായി ഉണ്ടായിരിക്കുന്ന സെറ്റ് ബാക്കിനെ മുഴുവൻ സമൂഹത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ട് അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അപ്പൊ ഈ ശ്രമങ്ങളെല്ലാം തന്നെ ആത്യന്തികമായി ഈ സംവിധാനത്തിന്റെ ക്രെഡിബിലിറ്റിയും വിശ്വാസ്യതയും കുറയ്ക്കുകയാണെന്ന് ഇവർ കാണുന്നില്ല. സോ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ളതിലുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഈ തെരഞ്ഞെടുപ്പിലെ ഒന്നാമത്തെ വിഷയം സിദ്ധാർത്ഥനാണെന്ന് ഞാൻ പറഞ്ഞു. ബ്രോഡറായി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഗണനാ വിഷയം ഇടതുപക്ഷ അണികൾക്കിടയിൽ ഉള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്.